ആ വൃദ്ധൻ ഒരു മീൻപിടുത്ത ചൂണ്ട ഉപയോഗിച്ച് തന്റെ വിരൽ മുറിച്ചു. പിന്നീട് അയാൾ കൈകൾ വീശി ആ രക്തം വെള്ളത്തിലേക്ക് ഇറ്റിച്ചു നൽകി. ആ സമയത്ത് ഒരു കടൽക്കന്യക വെള്ളത്തിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. രക്തത്തിന്റെ മണം പിടിച്ച് അവൾ പതുക്കെ വെള്ളത്തിനു മുകളിലേക്ക് ഉയർന്നു വന്നപ്പോൾ അവളുടെ കഴുത്തിലെ ഒരു ദ്വാരം അവൾ കാണിച്ചുകൊടുത്തു. അതായിരുന്നു അവളുടെ ശബ്ദനാളം. ആ ദ്വാരം തുറക്കുകയും അടയുകയും ചെയ്തുകൊണ്ട് ആ കടൽക്കന്യക മനോഹരമായൊരു പാട്ട് പാടാൻ തുടങ്ങി. കടൽക്കന്യക ആ സുന്ദരമായ ഗാനം ആലപിക്കുമ്പോൾ വൃദ്ധൻ അവളെത്തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ശബ്ദത്തിൽ അയാൾ മയങ്ങിപ്പോയതുപോലെ തോന്നി. കടൽക്കന്യക പതുക്കെ വൃദ്ധന്റെ വഞ്ചിക്ക് അടുത്തേക്ക് വന്നപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കൈ അവൾക്ക് നേരെ നീട്ടി. കടൽക്കന്യക അവന്റെ കൈയിൽ പിടിച്ചു. എന്നാൽ വൃദ്ധൻ തന്റെ മറുകൈകൊണ്ട് പെട്ടെന്ന് കൈയിലുണ്ടായിരുന്ന വടിയെടുത്ത് കടൽക്കന്യകയുടെ തലയിൽ ശക്തമായി അടിച്ചു. കടൽക്കന്യക അപ്പോൾ തന്നെ ബോധരഹിതയായി വീണു. ഒട്ടും സമയം കളയാതെ വൃദ്ധൻ അവളെ വഞ്ചിയിലേക്ക് വലിച്ചുകയറ്റി. അവളുടെ താഴത്തെ പകുതിയിലുള്ള ആ മീൻവാല് കണ്ടപ്പോൾ വൃദ്ധന് വലിയ സന്തോഷം തോന്നി. അയാൾ വീണ്ടും ആ വടിയുയർത്തി കടൽക്കന്യകയെ ഒന്നുകൂടി അടിച്ചു. അന്നു രാത്രി വൈകി വൃദ്ധൻ ഒരു മരച്ചില്ല ഉപയോഗിച്ച് തന്റെ പാത്രത്തിന്റെ മൂടി തുറന്നു. അതിനുള്ളിൽ സ്വാദിഷ്ടമായ മീൻസൂപ്പുണ്ടായിരുന്നു. അവന് പിന്നിലായി ഒരു മീൻവാലിന്റെ പകുതി ഭാഗം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ കടൽക്കന്യക അയാളുടെ ഒരു സ്വാദിഷ്ടമായ ഭക്ഷണമായി മാറിയെന്നാണ് അതിൽ നിന്നും മനസ്സിലായത്. അതിനുശേഷം വൃദ്ധൻ തന്റെ ശബ്ദേന്ദ്രം പുറത്തെടുത്ത് കാതിലൊരു ശ്രവണസഹായി വെച്ചു. അപ്പോഴാണ് അയാൾക്ക് ചെവി കേൾക്കില്ല എന്ന സത്യം മനസ്സിലാകുന്നത്. അതായത് അവൾ പാടിയ മനോഹരമായ പാട്ടൊന്നും അയാൾ കേട്ടിട്ടേയില്ലായിരുന്നു.